റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ പതിവില്ലാതെ CPIക്ക് വേണ്ടി സ്മൃതി പരുത്തിക്കാടിൻ്റെ വാദമുഖങ്ങളും അവർക്ക് വേണ്ടി ആവേശപൂർവ്വം പോരടിക്കുന്നത് കേട്ടു. ഒരു കാര്യം വളരെ കൃത്യമായിട്ട്, അതായത് PM ശ്രീ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്താ ചർച്ചകൾക്കും വാർത്താ കച്ചവടത്തിനും ഉൽപ്പന്നമാവുക, അതിലൂടെ തങ്ങളുടെ മൈലേജ് അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറം ജനമനസ്സുകളിലേക്ക് ഇടം നേടാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും ഈ CPI എന്ന ഇത്തിൽ പാർട്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം ഇത്തിൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഒരു പാരാസൈറ്റ് ആണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഈ ഇത്തിൽ എന്ന് പറയുന്നത് കയറി പിടിച്ചാൽ അത് അവിടെ ഇരുന്ന് എന്താണ്, അതിന് സ്വയം വളരാനുള്ള ശേഷിയില്ല. അതിനെ എങ്ങനെയാണോ വളർത്തുന്നത് അല്ലെങ്കിൽ അതിനെ ആരാണോ വളർത്തുന്നത് അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തിൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന, അല്ലെങ്കിൽ ആ ഇത്തിൽ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ പാരാസൈറ്റ് എന്ന് പറയുന്ന ഈ മീൻസ് ആ ഒരു പ്ലാന്റിൻ്റെ ഒരു പൊതുരീതി. ആ പ്ലാന്റ് നശിക്കുന്നത് എങ്ങനെയാണ്? അത് ഇരിക്കുന്ന കമ്പ്, അതിൻ്റെ ചോരയും മാംസം, അതായത് ആ പ്ലാന്റ് താഴ്ന്ന റൂട്ടിൽ നിന്ന്, വേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന സാധനങ്ങൾ ഏത് ചില്ലയിലിരുന്നോ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഫുഡ് സപ്ലൈ എത്തില്ല. ഇതിനെ വഴിയിലിരുന്ന് വലിച്ച് ഊറ്റി കുടിച്ച് നശിപ്പിക്കലാണ് ഇത്തിൽ ചെയ്യുന്ന പരിപാടി. അതുപോലെയാണ് കേരളത്തിൽ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഇത്തിളല്ലേ. അവർക്ക് എന്താണ് ഈ കേരള രാഷ്ട്രീയത്തിൽ അഡ്രസ്സ് ഉള്ളത്? ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തനിച്ച് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ശേഷിയുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ 56 രൂപീകൃതമായതിനു ശേഷം ആദ്യ സർക്കാർ മുതൽ അതിനെ വലിച്ച് താഴെയിടാൻ വരെ വലതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം സഞ്ചരിച്ച ചരിത്രമാണ് CPIക്കുള്ളത്.